ഗൈസ്, നാട്ടിൽ നിന്ന് ജാക്കറ്റ് മേടിക്കണോ വേണ്ടേ, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മളിവിടുത്തെ ഒരു ഷോപ്പിംഗ് സെന്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്ക് എല്ലാ ബ്രാൻഡിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓടി നടന്ന് വാങ്ങിക്കാം. അതാണ് അവിടുത്തെ ഉപകാരം. ഇത് സ്ട്രീറ്റാണ്, ഷോപ്പിംഗ് സെന്റർ അല്ല, സ്ട്രീറ്റ് അല്ലേ. ഇങ്ങനെ പോയിട്ട് അവിടെ എല്ലായിടത്തും ഓരോ ഷോപ്പുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നാട്ടിൽ നിന്ന് ജാക്കറ്റ് മേടിക്കണോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങണോ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നാട്ടിൽ ജാക്കറ്റ് മേടിക്കണോ? വേണം വേണമെന്ന് പറയാൻ കാര്യം, നാട്ടിൽ നിന്ന് ജാക്കറ്റ് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ മോഡല് ജാക്കറ്റ് ഇടും. ഡെക്കാത്തലോണുള്ള ഇത് ഇവിടെ പിന്നെ ഉപകാരമാണ്. അതെ, ഇത് ഡെക്കാത്തലോണാണ്. ഇത് മറ്റേ മട്ടാഞ്ചേരി മാർക്കറ്റ്. അപ്പൊ ഇത് ഇങ്ങനത്തെ ജാക്കറ്റ് കിട്ടും. അപ്പൊ ഇതായിട്ട് ഇത് മേടിച്ചാൽ മതി. ഇതാവുമ്പോ പിന്നെ ഉപകാരമാണ്, ഇവിടെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് പിന്നെ എല്ലാവരുടെയും കയ്യിലുണ്ടെന്ന്. ഇതിപ്പോ നാട്ടിലെല്ലാവർക്കും അറിയാം. ഈ സാധനം മേടിച്ചിട്ട് വന്നാൽ മതി. പക്ഷെ ഏറ്റവും ബെറ്റർ ഇവിടെ വന്നിട്ട് ജാക്കറ്റ് മേടിക്കാനാണ്. കാരണം ഇവിടുത്തെ ക്ലൈമറ്റിനെ പറ്റിയ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ കുറേ ബ്രാൻഡുകളുണ്ട്. അപ്പോൾ നമുക്ക് പൈസ അതനുസരിച്ചൊക്കെ നമുക്ക് നോക്കി വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നാട്ടിൽ ജാക്കറ്റ് മേടിക്കണോ വേണ്ടയോ. സീറ്റുടി ഇടിട്ട് കേരള ആൾക്കാരെ ഇറങ്ങിട്ടായിരുന്നു. ഗൈസ്, ഇവിടെ നിന്ന് അരമണിക്കൂറിന്റെ ബസ്സുള്ളത്. ബസ്സിൽ കയറാൻ വേണ്ടി 1000 ജനം ഓടി. ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം, ഡിസൈനൽ ഔട്ട്ലെറ്റ്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കുറേ സ്ട്രീറ്റുകളുണ്ട്. ആ സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോഴാണ് ഓരോരോ ഷോറൂമുകളും കടകളൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ പറഞ്ഞു സ്ട്രീറ്റ് ആണെന്ന്. ഇതാണ്ട് ഇതുപോലെയുള്ള കടകളാണ് ഇവിടെ. ഈ സ്ട്രീറ്റിൽ ഈ ഒരു ബിൽഡിംഗ് മൊത്തം ഈ ബോസിൻ്റെ ആയിരിക്കും. ഈ ബിൽഡിംഗ് മൊത്തം ലെവിസിൻ്റെ. അങ്ങനെ ഓരോ ബ്രാൻഡിനും ഓരോരോ ബിൽഡിംഗ് ഉണ്ട് ഇവിടെ. ഡീസലിൻ്റെ ബിൽഡിങ്. ഗൈസ്, പിന്നെ ഉണ്ടല്ലോ ഇവിടെ ജാക്കറ്റ് മാത്രമല്ല ഇവിടെ മേടിക്കാൻ കിട്ടണം. ഇവിടെ എല്ലാം കിട്ടും. ഇവിടെ ഷൂസ്, പിന്നെ ബൂട്ട്സ്, ബാഗ്, അങ്ങനെയുള്ള എല്ലാ സാധനവും കിട്ടും. വാച്ച്. ഈ നാട്ടിലൊക്കെ പോണവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ലാഭമാണ്. കാരണം ഇവിടെ നമുക്ക് ഓഫറിൽ സാധനം കിട്ടും. ഞാൻ നാട്ടിൽ പോയപ്പോൾ ഇവിടെ നിന്നാണ് മേടിച്ച കൂടുതൽ സാധനങ്ങൾ. ഗൈസ്, അങ്ങനെ നൈക്കിൻ്റെ ഷോറൂമിൽ നോക്കണം. കണ്ടോ, 129 യൂറോൻ്റെ 104 യൂറോ, 150 യൂറോൻ്റെ 79 യൂറോ, 129 യൂറോൻ്റെ 92 യൂറോ. €150. ശരിക്കും പറഞ്ഞാൽ വലിയ ലാഭവുമില്ല, വലിയ നഷ്ടവുമില്ല. അങ്ങനത്തെ ഒരു ഓഫറാണ്. നൈക്കിലാണ് ഇപ്പോൾ കാണിച്ചത്. ഇതുപോലെ എല്ലായിടത്തും ഉണ്ടാവും ഓഫർ. മച്ചമാരത് ഈ ബ്രാൻഡില്ലേ, നാപ്പ പിച്ചറി, ഊട്ടുക്കത്തെ കാശാണ് ഇനി ജാക്കറ്റ്. ഞാൻ കാണിച്ചിട്ട് ഇപ്പോൾ €70. ഇതൊക്കെ കുറഞ്ഞ കാര്യമാണ്. പക്ഷെ ഞാൻ ഇതിനുമ്പ് ഉണ്ടാക്കണം നല്ല റേറ്റായിരുന്നു. ഇത് €100. ഗൈസ്, ഈ വിൻ്ററിനൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ €200 ജാക്കറ്റാണ്. ഈ €200 ജാക്കറ്റിന് €90. പക്ഷെ ഇതൊക്കെ വലിയ വിൻ്ററിന് പറ്റില്ല കേട്ടോ. ഇതൊക്കെ ഓക്കെയാണ് വലിയ വിൻ്ററിന്. €87. നപ്പപ്പിച്ചിരി നല്ല ബ്രാൻഡാണ് ശരിക്കും. ഇതിനെത്ര രൂപയാണ്? ഇതിന് €200 അല്ലേ. ഇതിലും ജാക്കറ്റാണ്. പക്ഷേ ഭയങ്കര റേറ്റാണ് ഈ ജാക്കറ്റിനൊക്കെ. ഇതിനുണ്ടോ ഇപ്പോൾ ഔട്ട്ലെറ്റ് പ്രൈസ് നമ്മൾ ഇട്ടിട്ടുണ്ട് €200. മച്ചമാരി ജാക്ക് ബോക്സിൻ്റെ ജാക്കറ്റാണോ. ഇത് മറ്റേ ഡൗൺ ജാക്കറ്റ്സ് ആണ്. ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ €122. ഇതൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. ഈ സാധനം നല്ല ഹെവി വിൻ്ററിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒട്ടും കട്ടിയില്ല, പഫിനെസ് വളരെ കുറവായിരിക്കും. ഇത് മറ്റേ നാച്ചുറൽ മെറ്റീരിയൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇവരുടെ ഇങ്ങനത്തെ ഒരു മെറ്റീരിയലുള്ള ജാക്കറ്റൊക്കെ വേണ്ടത്. മച്ചമാരെ കണ്ട, ഇതിനൊക്കെ €70. ജാക്ക് ആൻഡ് ജോൺസൺ ജാക്കറ്റാണ്. ഈ ജാക്ക് ആൻഡ് ജോൺസൻ്റെ ഈ ജാക്കറ്റിന് €100. ഇത് ഭയങ്കര ഹെവിയാണ്. പക്ഷേ ഈ പൈസക്ക് നമുക്ക് വേറെ നല്ല ബ്രാൻഡുകൾ ഇവിടെ കിട്ടും. ഗൈസ്, ഈ കൊളംബിയയുടെ ജാക്കറ്റിന് €111.99. ഇതിങ്ങനെ ഇരിക്കും അത് ഇട്ട് കഴിഞ്ഞാൽ. മച്ചമാരെ, ഈ നോട്ട് പ്ലേസിൻ്റെ ഒക്കെ ജാക്കറ്റല്ലേ, അതിന് €268 റേറ്റ്. ടിംബർലാൻഡ് ബൂട്ട് നോക്കി. ടിംബർലാൻഡ് ബൂട്ടിനൊക്കെ €130. മച്ചമാര് സാധനമൊക്കെ കണ്ടോ, കിട്ടുന്ന സാധനമല്ലേ. ടിംബർലാൻഡ് മോഡൽസ് ആണ് അതൊക്കെ. അതിനെത്രയാ? €113. ഗൈസ്, ആക്കി ടിംബർലാൻഡിൻ്റെ ബൂട്ടെടുത്ത് സെലക്ട് ചെയ്ത് ബൂട്ട് നേരത്തെ കാണിച്ചില്ലേ, ആ സാധനം ആക്കി ഞങ്ങളുടെ പൊക്കി. സന്തോഷം കണ്ട ചിരി.
ഗൈസ് ഈ കാണുന്ന മോഡലുകളെല്ലാനും 60-65 യൂറോ റേഞ്ചിലാണ്. ഇത് സൂപ്പർ ട്രൈയുടെ ജാക്കറ്റാണ്. പക്ഷേ ഇവന്മാർ ഇത് വാട്ടർ പ്രൂഫാണെന്ന് പറഞ്ഞാൽ പോലും വാട്ടർ പ്രൂഫ് ആവാൻ ചാൻസ് ഇല്ല. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നല്ല കട്ടിയുള്ള ജാക്കറ്റ്സാണ്. അത്യാവശ്യം ചൂട് നിൽക്കാൻ ചാൻസ് ഉണ്ട് അകത്ത്. അല്ലെങ്കിലേ മച്ചന്മാരെ ഫുൾ കൺഫ്യൂഷനായി ഏത് ജാക്കറ്റ് എടുക്കുമെന്ന്. പല പല റേറ്റിൽ പല പല ജാക്കറ്റുകൾ. കാരണം നമ്മൾ ഇത്രയും പൈസ കൊടുത്ത സാധനം മേടിക്കണം. അപ്പോൾ ലോങ് ടൈമിലേക്കാണ് മേടിക്കണം, പൈസ കൊടുത്താണ് മേടിക്കണം. അപ്പോൾ ഇത്തിരി സെലക്ട് ചെയ്യാൻ ഇത്തിരി സമയം എടുക്കും. വന്നപ്പോൾ പുതിയ പിള്ളേരെ പരിചയപ്പെട്ടു. ഇവരെല്ലാവരും വന്നിട്ടുള്ളൂ. ഇവർ ഇന്നലെ വന്നോളൂ കേട്ടോ. ഇന്ന് ജാക്കറ്റ് എടുക്കാൻ വന്നേക്കാണ്. നാട്ടിൽ നിന്ന് ജാക്കറ്റ് എടുക്കണേ ഇവിടെ നിന്ന് എടുക്കണം നല്ലത്. ഇവിടുന്നതൊക്കെ അല്ലേ. അവസാനം നമ്മ സൂപ്പർ ട്രെയിലൊന്ന് കയറി അലഞ്ഞിരിഞ്ഞ് അവസാനം സൂപ്പർ ട്രെയിൻ. എല്ലാ എക്സ്പെൻസീവ് ആയുള്ള സ്ഥലത്തു നിന്നും നമ്മൾ സ്കൂട്ടായി. അവസാനം നമ്മ 80 യൂറോന്റെ സൂപ്പർ ട്രെയിയുടെ സാധനം മേടിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. കൺഫ്യൂഷനായി. ഞാൻ പറഞ്ഞില്ലേ ഇതാണ് പ്രശ്നം. ഇവിടെ വന്നാലേ ഇഷ്ടംപോലെ കടകളുണ്ട്. എല്ലായിടത്തും കയറി നമ്മൾ കൺഫ്യൂഷൻ ആയിട്ട്. അവസാനം നമ്മൾ സാധനം മേടിച്ചിരിക്കുന്നു. സൂപ്പർ ട്രെയിൻ ഒരു 2-3 മണിക്കൂറായ കാണാൻ നടക്കണ. മേടിച്ചു മുത്തുകളായി മേടിച്ച് 80 യൂറോന്റെ ജാക്കറ്റ് 2 രൂപ മേടിച്ച്. ഞാൻ മേടിച്ചിട്ടാ. ഞാൻ വേറെ നോക്കിയിട്ട് നല്ലത് മേടിക്കാന്ന് വിചാരിച്ചു. വെറുതെ കാശുണ്ടല്ലോ. അത്യാവശ്യം ഇപ്പോൾ ഒരെണ്ണമുണ്ട്. ഓക്കെ. അപ്പം നമ്മൾ എന്തെങ്കിലും വിശന്ന് പറഞ്ഞ് പണം ഇറങ്ങിയിരിക്കണം എന്തെങ്കിലും കഴിക്കാൻ. കാരണം അപ്പം ഇനി അടുത്തത് കഴിക്കാൻ പോലാണ് നമ്മുടെ അടുത്ത പ്ലാൻ. എല്ലാവരും മറ്റു ഓർഡർ എടുത്ത് ഇവിടെ ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. മേടിച്ചാളെ കൂട്ടിട്ടുണ്ട്. എല്ലാവരും വിശന്ന് പറഞ്ഞ് സ്മോൾ. Can I get big one? No? Another side they have one. Oh. You have all, no? Yeah. All the products you can check, but I think it's Thank you very much. Yeah, no problem. You can adjust. Yeah, it's okay. Good appetito. Thank you. വിശപ്പിന്റെ ആതിർമുറുക്ക് അവസാനം കാരണം ആരെയും നോക്കത്തില്ലെന്ന് ഞാൻ ഇനി. ഗൈസ് പോമസ് ബർഗർ എല്ലാ സാധനവും ഉണ്ട്. കോള, സോസ്, അമ്മ വിളിക്കാം. ഒരു 10 മിനിറ്റ് വിളിക്കാം. 10 മിനിറ്റ് നഗറ്റ്സ് കഴിച്ചോണ്ടിരിക്കുക. എന്താ പറഞ്ഞ ആന കരിമ്പുകാട്ട് കയറി കണക്കാണ്. അതേണ്ട അതേ നോക്കി. അതുപോലെ ആയിട്ടുണ്ട്. ഇതിൽ എനിക്ക് പങ്കില്ല. ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. എല്ലാവർക്കും പങ്കുണ്ട്. പക്ഷെ ഒന്ന് പറഞ്ഞാണ് ഓടിക്കേറിയത്. ഒട്ടും വിശപ്പില്ലായിരുന്നു വിളാടുന്നത്. ഷോപ്പിംഗ് മൊത്തം കഴിഞ്ഞു. ഞങ്ങൾ എല്ലാവരും പർച്ചേസ് ചെയ്ത് 3 ജാക്കറ്റ്, ഷൂസ് അങ്ങനെ എല്ലാം മേടിച്ചു. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഇവിടെ വരുമ്പോൾ ഡിസൈൻ ഔട്ട്ലെറ്റ് ഒന്ന് മേടിക്കുക. അടുത്ത കാണുന്നവരെ ചൂസ്.